കള്ളം പറയില്ല, ഒരു കള്ളം പറയത്തില്ല. ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ ടിവിയിലും പത്രത്തിലൊക്കെ വരാറുണ്ട്. അവിടെ പണ്ട് ഈ ഓണത്തിന് ഓണക്കോപ്പ് കൊടുക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓണക്കോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് ചെല്ലും, അവരുടെ പണിക്കാരെല്ലാവരും തലേന്ന് വൈകിട്ട് ചെന്നാൽ അരി, പച്ചക്കറികള്, ഈവൻ കൊതുമ്പ്, വിറക്, ഇതുവരെ എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കും. അത് ഇല്ലത്തുനിന്ന് അവരുടെ അവകാശമാണ്, മേടിച്ചോളൂ. ഒരു സ്ത്രീ, ഒരു സാധുവായ സ്ത്രീ, അവരുടെ ജോലിക്കാരിയാ, അവര് ചെന്നു. അവർ ചെന്നപ്പോഴേക്ക് മഴ തുടങ്ങിപ്പോയി. പടിവാതിൽ കിടത്തി പടിപ്പുര വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഭയങ്കര മഴ കാരണം അകത്ത് കേട്ടില്ല. വീട്ടുകാർ വിചാരിച്ചു, ആ സ്ത്രീയുടെ വീട്ടുകാർ വിചാരിച്ചു ഇല്ലത്ത് പോയേക്ക, അവിടെ മഴയാണ്, അവിടെ കിടന്നുറങ്ങി കാണും, സ്വന്തം പോലെ ഇരിക്കുന്നവരാ. പക്ഷെ 7 മുട്ടിയതാര് കേട്ടില്ല. ആ മഴയത്ത് അവിടെ നിന്ന് തണുപ്പത്ത് നിന്ന് നടക്കാൻ മേലാതെ അവരവിടെ വീണു. ആ തണുപ്പ് കൊണ്ട് അവരവിടെ കിടന്ന് മരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ വന്നപ്പോ കാണുന്നത് പടിപ്പുരയിൽ അവരുടെ ആശ്രിതയായ ഒരു സ്ത്രീ ഓണക്കോപ്പ് വാങ്ങിക്കാൻ വന്നയാൾ വിളിച്ചത് അവർ കേൾക്കാതെ അവിടെ കിടന്ന് മരിച്ചുപോയി. വീട്ടുകാരെല്ലാം അയ്യോ ഇല്ലത്ത് ഓണക്കോപ്പ് മേടിക്കാൻ പോയതാണേ. അതിന്റെ പ്രായശ്ചിത്തമായി ഇന്നും എത്ര നാള് കഴിഞ്ഞെന്ന് പറയും, ഇപ്പോഴും അവരെ തിരുവോണ ദിവസം പുരുഷന്മാരെ ഭക്ഷണം കഴിക്കില്ല. ഈ അടുത്ത കാലം വരെ ഒരു പുരുഷനും കഴിക്കില്ല. ഇപ്പം വലിയ കാലം വരെ കഴിക്കാതിരിക്കുള്ളൂ എന്ന് കേട്ടു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. ഒരു കള്ളം പറയുന്നില്ല. കേൾക്കണേ, നല്ല മനുഷ്യരാ, ഒരു ദോഷവും ചെയ്യില്ല. എന്റെ കൂടെ പഠിച്ച ഒരു മേനോൻ എന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവന്റെയൊക്കെ ചില സംഭവങ്ങളൊന്നും എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഇത്ര യോഗ്യനാണല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോവുകയില്ല, ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. നിങ്ങൾ എത്ര നല്ലവരാണെന്നുള്ളത് കൊണ്ടായില്ല. നിങ്ങൾ നിങ്ങളെ ദൈവത്തിന് കൊടുത്തോ എന്നേതായ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു വരുമ്പോൾ അയ്യോ പരിശുദ്ധ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത ഗതികേടില്ല ഞാൻ. സ്തോത്രം. ആ പാപത്തിന് പരിഹാരമായി പുത്രനിൽ, മനസ്സിലായോ, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ പുത്രനിൽ ഞാൻ ആശ്രയിക്കുക. അതാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. യോഹന്നാൻ 4:4. എല്ലാവർക്കും മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇതാണ് യഥാർത്ഥമായ മാനസാന്തരം. നിങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കണം. സ്തോത്രം. നിങ്ങളെ കർത്താവിന് കൊടുക്കണം എന്ന് വരുമ്പോ കേട്ടെ പറയാം. 3 ക്ലാസ് അങ്ങേ അറ്റത്തോട്ടിരിക്കട്ടെ പ്ലീസ്. അവന്റെ 3 മോളല്ലേ, അങ്ങേ അറ്റത്തിരുന്നു, അങ്ങേ അറ്റത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്, മിടുക്കി. നല്ല കുട്ടികളായിരിക്കും. കണ്ടോ ആവസ്വഭാവം കണ്ടോ. അവരുടെ മക്കൾ, അവരുടെ അമ്മമാരും എന്നോട് വഴക്കുണ്ടാക്കല്ല, സത്യമാണ്. അകത്ത് ജനിച്ചപ്പോഴേ ഉള്ളതാണ്. നിന്റെ മക്കളെ ഇതിന് മാറ്റം വന്നില്ലെങ്കിൽ നരകത്തിൽ പോകും. സങ്കടമാണേ. പോട്ടെ, പിന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അറിയാം, മനസ്സിലാവുന്ന പോലെ ചെറുപ്പത്തിലെ പതുക്കെ പറഞ്ഞു കൊടുക്കണം. കൂടെ വരണേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. നമ്മളെ കർത്താവിനെ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോ എന്നെ തന്നെ കർത്താവിന് കൊടുക്കാറോ? അതാ ഞാൻ പറഞ്ഞു വന്നത് കേട്ടേ. നമുക്ക് നമ്മുടെ മേലെ എന്നതാ ഏറ്റവും വലിയ അവകാശം? എന്നാ അവകാശം പറഞ്ഞു? ഈ ജീവിതം ആരുടേതാ തോന്നുന്നു? എന്റേതാ അല്ലേ? കൊള്ളാം. അയ്യോ എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ കർത്താവെ ഇന്ന് സുബോധത്തോടെ എഴുന്നേറ്റിട്ട് കർത്താവെ എന്ന് ദൈവത്തെ സ്തുതിക്കാറുണ്ട്.
ഞാൻ എവരി റൂം സ്ഥലം കർത്താവിന്റെ ശിശുവിലായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ ഒരു മോർണിംഗ് ഡിവോഷൻ ഉണ്ട്. ആ പ്രാർത്ഥനയിൽ ഞാൻ ചിലപ്പോൾ മിക്കവാറും കർത്താവേ, thank you for the sanity of mind and the clarity of thought you have given me this morning too. കർത്താവേ, ഈ രാവിലെ ഇരിക്കുന്ന സുബോധത്തിനായും ചിന്തയുടെ തെളിമയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നത് പ്രാർത്ഥിക്കാറാണ്. ഞങ്ങളുടെ സ്ലോകമായിട്ട് ജോലി ചെയ്യുന്ന ജെരിമായ എന്ന് പറഞ്ഞൊരു തമിഴ് ബ്രദർ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് ചോദിക്കാൻ, என்ன பண்றது, நீங்க என்ன ஜெபம் பண்ணுவாரா, உனக்கு பைத்தியம் பிடிச்சிடலான்னு வச்சுட்டு நீ ஜெபம் பண்ணுவார், நீ தோற்றிருக்கிறாரா? മനസ്സിലായി? നിനക്ക് വട്ടില്ല, നിനക്ക് സുബോധമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്വന്തം ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു, അതേ ബ്രദർ, ഈ രാവിലെയും എനിക്ക് സുബോധമുണ്ട്. കേൾക്കുന്നുണ്ടോ? അൽഷിമേഴ്സ് ഒക്കെ വർദ്ധിക്കുന്ന കാലത്ത് ഇതിനൊക്കെ ഇനിയിപ്പൊ ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ മോൻ വരുമ്പോ, അയ്യോ അങ്കിൾ എപ്പോഴാ വന്നത്? സങ്കടോ. എന്നിട്ട് ഭക്തയായി ജീവിച്ചിരുന്നു. ഇപ്പം യേശു, അയ്യോ എനിക്കറിയാമല്ലേ, എന്റെ കൂടെ പഠിച്ചു വന്നല്ലേ. മനസ്സിലാവുന്നുണ്ടോ സഹോദരല്ലേ? ദൈവം നന്നായിരുന്നു. ഈ രാത്രിയിൽ നിങ്ങൾക്ക് സുബോധമുണ്ടെന്നുള്ളതിൽ നിങ്ങൾക്ക് 100% ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കാൻ ആവശ്യമുണ്ട്. സ്തോത്രം. ഈ കാണുന്ന കണ്ണും, ഈ കേൾക്കുന്ന കാതും, ഈ ചിന്തിക്കുന്ന മനസ്സും, തിരിച്ചറിയുന്ന ഹൃദയവും, ആരോഗ്യമുള്ള കൈകളും കാലുകളും, ഇതെല്ലാം ദൈവത്തിന്റെ വകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ വകയാണ്. കേൾക്കണേ. 2007 ഞാൻ മസ്കറ്റിൽ ചെന്നപ്പോൾ ആ ചർച്ചിൽ ഒരു സഹോദരിയെ കണ്ടു. ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണ് നടക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് മാസം 10,000 രൂപ ഓക്സിജൻ ശ്വാസം വലിക്കുന്നതിന് ചെലവാക്കുന്നു. സ്വാതന്ത്ര്യമായ ഉടകമ്പരം തരുന്ന കേൾക്കണേ, നമ്മൾ ദൈവത്തിന്റെ വകയാണ്. അതാ എന്റെ കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ അയ്യ ശിശുവിടെ കാലത്ത് ഒരിക്കൽ കർത്താവിന് പരീക്ഷ ചോദിച്ചു, കൈസർക്ക് കാര്യം കൊടുക്കുന്ന വിഹിതം വന്നു. അവിടെ ഒത്തിക്കാരി നിങ്ങളെന്നെ പരീക്ഷിക്കുന്നത് കരുത്തുള്ള നാണയം കാണിക്കാൻ പറഞ്ഞു. ഇതിന് സ്വരൂപം വരെ നാണയം ചോദിച്ചു. കൈസറുടേതാന്ന് പറഞ്ഞു. കർത്താവ് മറുപടി പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, കർത്താവ് നിർത്തി ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്താണ്. കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമുള്ളത് കൈസർക്കാൻ കൊടുത്തേര്. ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തുമുള്ളത് ആർക്ക് കൊടുത്തേക്കണം? ദൈവത്തിന് കൊടുത്തേക്കണം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സ്വരൂപവും മേലെഴുത്തുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അങ്ങ് കൊടുത്തോ? അപ്പൊ ദൈവത്തെ ഉപയോഗിച്ച് എന്റെ കാര്യം സാധിക്കുക എന്നുള്ളതല്ല ഇപ്പോഴും അടിസ്ഥാനപരമായി ഉള്ളിന്റെ ഉള്ളിലുള്ള ഇരിപ്പ്. പല ആളുകൾക്കും എന്റെ മക്കളെ വിട്ടേച്ച്, അല്ലെങ്കിൽ എന്റെ അമ്മയപ്പന്മാരെ വിട്ടേച്ച് ഞാൻ അങ്ങനെ ദൈവത്തിന് പറയാൻ പോകുന്നത്. അതിനോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്നോട് നിങ്ങളൊക്കെ പറയുന്ന പോലെ മൂടപ്പാർപ്പങ്ങളുടെ വരെ കണ്ണടച്ചോണ്ട് നിങ്ങളുടെ ആൾ പറയാം അങ്ങനെ ഇറങ്ങിപ്പോയെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആൾ പറയാം ഇറങ്ങിപ്പോരണ്ട. നിങ്ങളുടെ ദൈവത്തിന് പറയാൻ പോലെ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എത്ര കൂടപ്പറമ്പാന്ന് പറഞ്ഞാൽ കുഴിക്കാൻ വന്ന ഒരു പിടി മണ്ണും വരയിട്ടില്ല. മനസ്സിലാവുന്നു. നമ്മുടെ വരെ ഏറ്റവും വലിയ അവകാശമുള്ളവരാണെന്നറിയാമോ? നമ്മുടെ ദൈവം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾ
ദൈവത്തിനുള്ളത് പിടിച്ചു വെക്കുക. എന്തിനാ പിന്നെ ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ എന്നെ പറയാം. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹബന്ധമാണ്. കേട്ടോ, ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹബന്ധമാണ്. സ്നേഹം നിയമനിർബന്ധിതമായി ഉളവാക്കാവുന്നതല്ല. ലവ് cannot be mandatorily effected. കൽപ്പന കൊടുത്തിട്ട് സ്നേഹം ഉണ്ടാക്കാൻ ഒക്കുവോ? കൽപ്പന കൊടുത്ത് സ്നേഹിപ്പിക്കാൻ ഒക്കുവോ? കല്യാണം കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യ നീ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു, അയ്യോ പിന്നെ ശരിക്കും പറഞ്ഞാൽ പോരാ, എനിക്ക് കാണാം നിങ്ങളുടെ സ്നേഹം. അയ്യോ, ഒരു ആയുസ് കൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹം കാണാൻ പോവുകയാണ്. ഓ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ പ്ലീസ്. 100 കാര്യം അല്ലേ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, എന്നെ ഹണി 8 ദിവസം വിളിച്ചോണം, അല്ലേ ഉണ്ടല്ലോ അടിക്കും ഞാൻ, അല്ലെങ്കിൽ പട്ടിണിക്കിടും, മുറി പൂട്ടിയിടും. ഇതെല്ലാം പറഞ്ഞാൽ ഈ 100 കൂട്ടം പറഞ്ഞ ഈ 100 കൂട്ടവും വേണേ ചെയ്യാം. അതുകൊണ്ട് സ്നേഹിക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കൽപ്പന കൊടുത്തിട്ട് ഒരു അടിമയെ ഉണ്ടാക്കാം, ഒരു മണവാട്ടിയെ ഉണ്ടാക്കാനൊക്കെ ഇല്ല. കേൾക്കുന്നുണ്ട്? You can make a slave by giving orders. You can make somebody obey you, but you can't make somebody love you by giving orders. കൽപ്പന കൊടുത്തിട്ട് ആരെയും സ്നേഹിപ്പിക്കാനൊക്കെയല്ല. ദൈവത്തിന് വേണ്ടത് സെർവൻസിനെ ഒന്നുമല്ല, ദൈവത്തിന് വേണ്ടത് ഒരു മണവാട്ടിയാണ്. എല്ലാരും കൂടെ ഉണ്ടോ? കർത്താവിന് വേണ്ടത് ആരെയാ?